ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെയിൻറ്റഡ് ഗ്രേ വെയർ കൾച്ചറിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഈ പെയിൻറ്റഡ് ഗ്രേ വെയർ കൾച്ചർ ഒരുപാട് വട്ടം പറഞ്ഞു പോയായിരുന്നു. ഋഗ്വേദിക്ക് പറഞ്ഞപ്പോഴും അതേപോലെ ലേറ്റർ വേദിക്ക് പറഞ്ഞപ്പോഴും നമ്മളിത് പറഞ്ഞു, ഈ PGW എന്ന് പറയുന്ന ഈ കൾച്ചർ. ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് ഹാരപ്പൻ ഫേസ് ആണിത്. പോസ്റ്റ് ഹാരപ്പൻ ഫേസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ എസ്പെഷ്യലി ഗംഗ, യമുന, ഡോവാബ് അല്ലെങ്കിൽ അപ്പർ ഗാംഗറ്റിക് പ്ലെയിൻ എന്ന് പറയുന്ന ആ ഏരിയയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു കൾച്ചറാണ്. ഇവർ യൂഷ്വലി യൂസ് ചെയ്തിരുന്നത് എന്താണ്, എർത്തേൺ പോട്ടുകളായിരുന്നു. എർത്തേൺ പോട്ട്സിൽ ആൻഡ് ദേ വെയർ പെയിൻറ്റഡ് ഗ്രേ കളറായിരുന്നു. അതേപോലെ അതിനകത്ത് ജോമെട്രിക് ആയിട്ടുള്ള ഡിസൈനുകൾ ഉണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ജോമെട്രിക് എൻഗ്രേവിങ്സ് നമുക്ക് അല്ലെങ്കിൽ ഡിസൈൻസ് നമുക്കതിൽ കാണാൻ സാധിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് അയണേജ് ആണ്. നോർത്ത് ഇന്ത്യയിലെ അയണേജ് എന്ന് പറയുന്നത് ഈ ഒരു പെയിൻറ്റഡ് ഗ്രേ വെയർ കൾച്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 1200 to 600 BC ആണ് ഇതിൻ്റെ കാലയളവ്. ഇത് ആരുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലേറ്റർ വേദിക് പീരീഡുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ മെയിൻ കോൺസെൻട്രേഷൻ എവിടെയായിരുന്നു? ഗംഗ യമുന വാലിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് ഏതായിരുന്നു? ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോട്ടറിയ. ഈ ബ്ലാക്ക് ആൻഡ് റെഡ് വെയറിനെ അറിയാവോ? ഹാരപ്പൻ പോട്ടറിയാണ് ഏത് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പെയിൻറ്റഡ് ഗ്രേ വെയർ കൾച്ചർ വരുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഏർലി പൊളിറ്റിക്കൽ ഫോർമേഷൻ. പൊളിറ്റിക്കൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ കുരു, പാഞ്ചാലാസ്, ഇതൊക്കെയാണ് നമ്മുടെ ഏർലി പൊളിറ്റിക്കൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കുരു, പാഞ്ചാല കിങ്ഡം അതൊക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു കൾച്ചർ കൂടിയാണ് ഈ പെയിൻറ്റഡ് ഗ്രേ വെയർ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പെയിൻറ്റഡ് ഗ്രേ വെയർ കൾച്ചറിന് ശേഷം അടുത്തത് വന്നതാണ് എന്ത്? നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ എന്ന് പറഞ്ഞ മറ്റൊരു കൾച്ചർ. ഇത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ശരിക്കും ദേ ആർ അസോസിയേറ്റഡ് വിത്ത് വാട്ട്? മഹാജനപദാസും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തതാണിത്. അപ്പോൾ PGW ഈസ് അസോസിയേറ്റഡ് വിത്ത് വാട്ട്? ജനപദാസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നമുക്ക് പോപ്പുലേഷൻ വളരെയധികം കൂടുന്നതായിട്ട് കാണാം. നമുക്ക് ഓൾറെഡി അറിയാം, ലേറ്റർ വേദിക് പീരീഡൊക്കെ ആയപ്പോഴത്തേക്ക് ഗംഗ, യമുന വാലി നല്ല രീതിയിൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയ ആൾക്കാരെ കൊണ്ട് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിരുന്നു. സോ പെയിൻറ്റഡ് ഗ്രേ വെയർ കൾച്ചറിൽ എന്താണ്? പോപ്പുലേഷൻ നല്ല രീതിയിൽ കൂടുന്നതായിട്ട് കാണാം. ഇത് യൂഷ്വലി എവിടെയാണ്? നോർത്ത് ഇന്ത്യയിലെ ഒരു കൾച്ചറാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ഈസ് നോട്ട് ഇൻ സൗത്ത് ഇന്ത്യ. ഓക്കെ, അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്തിരുന്നു. അതേപോലെ പാസ്റ്ററലിസം, ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ സാധിക്കും. പെയിൻറ്റഡ് ഗ്രേ വെയർ കൾച്ചർ മെയിനായിട്ട് നമുക്ക് ഗംഗ, യമുന വാലിയിലാണെന്ന് പറഞ്ഞല്ലോ. അതിൽ കുറച്ച് പ്ലേസസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. റോപ്പർ ശരിക്കും നമുക്ക് പഞ്ചാബിലാണെന്ന് നമുക്കറിയാം. ഓക്കെ, റോപ്പർ ഓർത്തിരിക്കുക. റോപ്പർ എന്ന് പറഞ്ഞാൽ ഹാരപ്പൻ ടു PGW ആ ഒരു ട്രാൻസിഷൻ കാണാൻ പറ്റും. പിന്നെ ഹസ്തിനപൂർ നമുക്ക് ഓൾറെഡി അറിയാം. ലേറ്റർ വേദിക്കിൽ നമ്മുടെ കുരു കിങ്ഡത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു ഹസ്തിനപൂർ. പിന്നീട് അത് ഒരു പ്രോട്ടോ അർബൻ സെൻറ്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഹസ്തിനപൂർ. ആൻഡ് ദേ ആർ റിലേറ്റഡ് ടു വാട്ട്? കുരൂസ്. പിന്നെ അലാംഗിർപൂർ നമുക്കറിയാം ഈസ്റ്റേൺ എൻഡ് ഓഫ് അല്ലെങ്കിൽ ഈസ്റ്റേൺ ബൗണ്ടറി ഓഫ് IVC ആണ്. ഇവിടെയും IVCക്ക് ശേഷം PGW ഈ ഒരു കൾച്ചർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അഹിചാത്രയിൽ യു ക്യാൻ സി ഫോർട്ടിഫൈഡ് സെറ്റിൽമെൻറ്റ്സ്. ഫോർട്ടിഫൈ ചെയ്ത സെറ്റിൽമെൻറ്റുകൾ കാണാൻ സാധിക്കും. പിന്നെ വേറൊരു സൈറ്റാണ് അത്രാഞ്ചിഖേര. അത്രാഞ്ചിഖേര. ഓക്കെ, അത്രാഞ്ചിഖേര. ഇതൊക്കെ എവിടെയാണ്? UP യിലാണ്. UP എന്ന് സ്പെസിഫൈ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഗംഗ, യമുന വാലി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അത്രാഞ്ചിഖേരയിൽ യു ക്യാൻ സി എ കൾച്ചറൽ കണ്ടിന്യൂറ്റി ഫ്രം ഓക്രെ കളേർഡ് പോട്ടറി ടു പെയിൻറ്റഡ് ഗ്രേ വെയർ കൾച്ചർ ടു നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ. ഈ ഒരു കൾച്ചറൽ കണ്ടിന്യൂറ്റി യു ക്യാൻ ഒബ്സർവ് ഇൻ അത്രാഞ്ചിഖേര. വേറൊരു സൈറ്റാണ് ഭഗവൻപുര നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടല്ലേ? ഹരിയാനയിലാണ് ഭഗവൻപുര. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു ലേറ്റ് ഹാരപ്പൻ ഫേസിൽ നമ്മൾ പഠിച്ചായിരുന്നു. ലേറ്റ് ഹാരപ്പൻ ടു PGW.
പെയിൻറ്റഡ് ഗ്രേവെയർ കൾച്ചറാണ്. ഭഗവാൻപുരയിൽ നമുക്ക് എന്ത് ഉണ്ട്? മഡിൻ്റെ സെറ്റിൽമെൻറ്റുകൾ കിട്ടിയിട്ടുണ്ട്. റെമനൻസ് ഓഫ് മഡ് സെറ്റിൽമെൻറ്റ് നമുക്ക് എവിടെ കാണാം? ഭഗവാൻപുരയിൽ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ. എങ്കിലും ഈ പറഞ്ഞ കൂട്ട് പെയിൻറ്റഡ് ഗ്രേവെയർ കൾച്ചർ എക്സിസ്റ്റ് ചെയ്തിരുന്ന വേറെയുമുണ്ട്. ശ്രവസ്തി, വൈശാലി, വാരണാസി, കോശംബി, മധുര ആൻഡ് ഉജ്ജയിൻ. ഇതൊക്കെ പറഞ്ഞാൽ ഡയറക്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് PGW എന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഇങ്ങനെ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന സ്ഥലങ്ങളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ പറയുന്ന പേരുകളൊക്കെ നിങ്ങൾക്ക് ജനപദങ്ങളായിട്ട് തോന്നുമായിരിക്കും അല്ലേ? പണ്ടത്തെ ട്രൈബുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ തോന്നും? പണ്ടത്തെ ചെറിയ ചെറിയ പൊളിറ്റിക്കൽ ഫോർമേഷൻ്റെ ബേസിസ് ആയിട്ടുള്ള ക്യാപിറ്റൽസ് ആണ് ഇവരെല്ലാം കൂടുതലും. ഇപ്പം ഇതാണ് പെയിൻറ്റഡ് ഗ്രേവെയർ കൾച്ചർ എന്ന്. ഇതൊരു വളരെ ചെറിയ സെഷനായിരുന്നു. സോ പെയിൻറ്റഡ് ഗ്രേവെയർ കൾച്ചറിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കൾച്ചർ ഇതുവരെ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേൾക്കുക. അപ്പോൾ ഇതൊരു പോസ്റ്റ് ഹാരപ്പൻ കൾച്ചറാണെന്നും ആൻഡ് ഇറ്റ് കോയിൻസൈഡഡ് വിത്ത് ദ അയൺ ഏജ് ഇൻ നോർത്ത് ഇന്ത്യ എന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. മെയിനായിട്ടുള്ള സൈറ്റുകൾ ഓർത്ത് വയ്ക്കുക. ആൻഡ് ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ജനപദാസ്. ലേറ്റർ വേദിക് പീരീഡുമായിട്ട് ഇവർക്ക് കണക്ഷൻ ഉള്ളതും ഓർത്ത് വയ്ക്കണം. സോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ കാണുക. ഞാൻ ഓർഡറിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി ഇതിൽ കാണാൻ സാധിക്കും. സോ അൺടിൽ ദ നെക്സ്റ്റ് ക്ലാസ്, ബൈ ഫ്രം മീ. ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.